വ്യക്തിപരമായി യേശുവിനെ അടുത്തറിഞ്ഞ അനുഭവമാണ് തിരുവനന്തപുരം വാമനപുരം സ്വദേശിയായ സുരേന്ദ്രന് പറയുവാനുള്ളത്. പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ തളരാതെ മുന്നോട്ട് വച്ച ചുവടുകൾ. 33 വർഷമായി ഇദ്ദേഹം ഒരു ഉറച്ച വിശ്വാസിയായി തുടരുകയാണ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ പേര് സുരേന്ദ്രൻ. ഞാൻ രക്ഷിക്കപ്പെട്ട് വരുവാനുണ്ടായ കാരണം വീട്ടിൽ സമാധാനമോ സന്തോഷമോ ഇല്ലാത്ത വല്ലാത്തൊരു അന്തരീക്ഷത്തിലേക്കാണ് കടന്നുപോയത്. ഞങ്ങളുടെ കുടുംബമെന്ന് പറയുന്നത് മാതാവ്, പിതാവ്, ഒരു സഹോദരൻ, ഒരു സഹോദരി, ഞാൻ അടങ്ങുന്ന ഒരു കുടുംബമാണ്. ഈ സമാധാന അന്തരീക്ഷം തകർന്നിരിക്കുന്ന ഒരു അനുഭവത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതിരിക്കുമ്പോൾ ഒരു ഹിന്ദു സമൂഹത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന ഒരു വ്യക്തി എന്നോട് യേശു ക്രിസ്തുവിനെക്കുറിച്ച് പരിചയപ്പെടുത്തുകയും ഭൂമിയിലുള്ള ജീവിതം കഴിഞ്ഞതിന് ശേഷം ഒരു നിത്യതയുണ്ടെന്നും ഒരു സ്വർഗമുണ്ടെന്നും ദൈവത്തെ അറിയുന്നവർക്ക് വേണ്ടി ദൈവം ദാനം ചെയ്തിരിക്കുന്നുവെന്നും എന്നോട് പറയുവാനിടയായി തീർന്നു. ഈ അനുഭവിക്കുന്ന അസമാധാനത്തിൽ നിന്ന് ഒരു വിടുതലും ഒരു മോചനവും ക്രിസ്തുയേശുവിൽ വിശ്വസിച്ചാൽ താങ്കൾക്ക് നിത്യരക്ഷയും ഉണ്ട് എന്നുള്ളതായ വെളിപ്പെടുത്തലുകളാണ്. അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. അതിനോടനുബന്ധിച്ച് സുപ്രഭാതത്തിൽ അദ്ദേഹത്തോടൊപ്പം ഞാൻ സഭയിലേക്ക് കടന്നുപോയി, പ്രാർത്ഥിച്ചു. എന്തെന്നില്ലാത്ത ഒരു സമാധാനവും സന്തോഷവും എനിക്ക് അനുഭവിച്ചു. പലരിൽ നിന്നുള്ള സാക്ഷ്യം എന്നെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനിടയായി തീർന്നു. അങ്ങനെ 1996 ജനുവരി മാസം 2-ാം തീയതി കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. ഒരു തീരുമാനത്തിലേക്ക് വരുവാനിടയായി തീർന്നു. പല പ്രതികൂലങ്ങളും ഭവനത്തിൽ നിന്ന് തിരികെ കൊണ്ടുപോകുവാനായിട്ട് ശ്രമിച്ചു. വളരെ കഷ്ടതയും മോശമായ വാക്കുകളും ഒരുപാട് ഈ വിശ്വാസ നിമിത്തം ഞാൻ കേൾക്കേണ്ടി വന്നു. നാട്ടിൽ നിന്നും മറ്റ് സുഹൃത്തുക്കളിൽ നിന്ന്, ദേശത്തു നിന്നും മറ്റുള്ളവർ, ജാതികളായിരിക്കുന്നവരൊക്കെ എന്നെ പരിഹസിക്കുവാനും നിന്ദിക്കുവാനും തുടങ്ങി. പ്രധാനപ്പെട്ട മറ്റ് വിവാഹ കാര്യാദികൾ, മറ്റ് കാര്യങ്ങളൊന്നും എന്നോട് പറയാത്ത നിലവാരത്തിൽ ഒറ്റപ്പെടുത്തുന്ന അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടായി. അങ്ങനെ വളരെ നാളുകൾ കഴിഞ്ഞുപോയി. അവിടെ നിന്നും പതറിപ്പോകാതെ, വീണുപോകാതെ, തളർന്നു പോകാതെ ക്രിസ്തുയേശുവിൻ്റെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ മുൻപോട്ട് പോയി. അക്കാലഘട്ടത്തിൽ തന്നെ പല ചോദ്യങ്ങൾ എന്നോട് ഉയരുവാനിടയായിത്തീർന്നു. ക്രിസ്തുവിനെ അറിഞ്ഞ് നിനക്ക് എന്ത് കിട്ടി എന്നുള്ളത്. എന്നാൽ ധൈര്യമായിട്ട് കർത്താവായ യേശു ക്രിസ്തു രക്ഷകനാണെന്നും ഇതിൽ കൂടി നിത്യരക്ഷയുണ്ടെന്നും ഒക്കെ മനസ്സിലാക്കി അവരോട് വിവരിച്ചു. ചില കാര്യങ്ങൾ അവരംഗീകരിച്ചില്ലെങ്കിലും പറയുവാനായിട്ട് എന്നെ ധൈര്യപ്പെടുത്തി. ഒരുപാട് നിന്ദകൾ കേട്ടു, ഉറക്കെഴുപ്പുകളുണ്ടായി. അതുപോലെ തന്നെ മാറ്റി നിർത്തുന്ന അനുഭവങ്ങളൊക്കെ ജീവിതത്തിലുണ്ടാകുവാനിടയായി തീർന്നു. അങ്ങനെ എൻ്റെ പിതാവ്, അതുപോലെ തന്നെ ഞങ്ങളെല്ലാവരും ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ട് പശ്ചാത്തലത്തിലാണ് ജനിച്ചു വളർന്നത്. ക്രിസ്തു ആരെന്നോ എന്തെന്നോ അറിയത്തില്ലായിരുന്നു. അത് എന്നിൽ പരിചയപ്പെടുത്തി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. പിന്നത്തേതിൽ ഇതിലൊരു പ്രത്യേക അനുഭവമുണ്ടെന്നും അതുകൊണ്ടാണ് ഇവരൊക്കെ ഇതിലേക്ക് കടന്നു വരുന്നതെന്ന് മനസ്സിലാക്കി ഞാൻ വിശ്വാസത്തിൽ ഉറയ്ക്കുവാനിടയായി തീർന്നു. ഏറിയ നാളുകൾ ഇങ്ങനെ കടന്നു നിന്ന് 33 വർഷത്തോളമായി ഞാൻ ദൈവസന്നിധിയിൽ സത്യത്തിലും ആത്മാവിലും ആരാധിച്ച് സഭയുടെ ഒരു അംഗമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്നുവരെ ഒരു സഭാരാധന മുടക്കുകയോ മറ്റ് ഫംഗ്ഷനുകളിൽ ആ ഞായറാഴ്ച ദിവസം ക്ഷണിക്കുകയോ ചെയ്യുമ്പോൾ അതിലൊന്നും സംബന്ധിക്കാതെ തന്നെ ആരാധനയിൽ മുൻതൂക്കം കൊടുത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു.
സമാധാനം നഷ്ടപ്പെട്ട ദിനരാത്രങ്ങൾ. പ്രതികൂല സാഹചര്യങ്ങളിൽ മനസ്സിനെ ശാന്തമാക്കി ദൈവത്തിൽ ആശ്രയിച്ചു. എൻ്റെ മൂത്തൊരു ജ്യേഷ്ഠനുണ്ടായിരുന്നു. അദ്ദേഹം മയക്കുമരുന്നും കഞ്ചാവും അതുപോലെ തന്നെ മദ്യപാനവും തുടർന്ന് വീട്ടിൽ ഒരു സമാധാനവും തരാതെ ആഹാരം പാകം ചെയ്യുന്ന പാത്രം പോലും അടിച്ച് ഉടയ്ക്കുന്ന ഒരു അനുഭവം എൻ്റെ മൂത്ത ജ്യേഷ്ഠനിൽ നിന്നുണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു സ്വസ്ഥതയും തരത്തില്ലായിരുന്നു. അങ്ങനെ ഈ ക്രിസ്തുവിനെക്കുറിച്ച് അദ്ദേഹത്തോടെ പറഞ്ഞ് അംഗീകരിക്കുവാനും തയ്യാറല്ല. ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അങ്ങനെ അതും വളരെ വളരെ ബുദ്ധിമുട്ടിൻ്റെ അനുഭവത്തിലേക്ക് കടന്നുപോയി. ഏറിയ നാൾ കഴിഞ്ഞിട്ട് എൻ്റെ മാതാവ് സുഖമില്ലാതെ ഭവനത്തിൽ എഴുന്നേൽക്കാൻ വയ്യാതെ കിടക്കുമ്പോൾ ഒരു ദൈവദാസനൊരു പാസ്റ്റർ വന്ന് പ്രാർത്ഥിക്കുകയും അതിന് സൗഖ്യം കിട്ടുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് എൻ്റെ മാതാവ് ഈ രക്ഷയിലേക്ക് കടന്നു വന്നു. രക്ഷിതാവും കർത്താവുമായിട്ട് ക്രിസ്തുവിനെ സ്നേഹിച്ചു. അങ്ങനെ 15 വർഷങ്ങൾക്ക് മുമ്പ് മാതാവും ഈ അനുഭവത്തിലേക്ക് കടന്നു വന്നു. ഇപ്പം നിത്യതയിൽ വിശ്രമിക്കുന്നു ക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷം. അങ്ങനെ ഒത്തിരി വിഷയങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നെങ്കിലും ക്രിസ്തുവിൽ കൂടി ഏക സമാധാനം ലഭിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. ആദ്യമായി സഭയിലേക്ക് ചെല്ലുന്ന സമയത്ത് എനിക്ക് വയറിന് വല്ലാത്ത വേദന അനുഭവപ്പെട്ടു. ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ചികിത്സ നടത്തിയതിന് ശേഷം അത് ശരിയായിട്ടുള്ളതായ ഒരു സൗഖ്യം ലഭിച്ചില്ല. എന്നാൽ ഞാനത് സഭയിൽ അറിയിക്കുകയും സഭയും വിശ്വാസികളും പാസ്റ്റർമാരും അന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ സൗഖ്യം ലഭിക്കുകയും ചെയ്തു. വിശ്വാസത്തിൽ ഏറ്റവും കൂടുതൽ എന്നെ അടുപ്പിക്കുന്നതിന് കാരണമായ ഒരു മുഖാന്തരം, ഒരു വഴിത്തിരിവ് ഈ രോഗമായിരുന്നു. അങ്ങനെ ഞാൻ വിശ്വാസം ഉറയ്ക്കുവാനുള്ള കാരണമായി തീർന്നു. ഞാൻ വിശ്വാസത്തിൽ വന്നതിന് ശേഷം സ്വന്തമായൊരു ഭവനം ഇല്ലാതെ പല സ്ഥലങ്ങളിലും മാറി മാറി താമസിക്കേണ്ടി വന്നു. കിലോമീറ്റർ മാറി 2 ഭവനത്തോളം വാടക വീട്ടിലായിരുന്നു. വർഷങ്ങൾ ചില കഴിഞ്ഞതിന് ശേഷം മാതാപിതാക്കന്മാരെന്നെ തിരികെ വിളിച്ചു ഭവനത്തിലേക്ക്. അവിടെ എനിക്ക് അർഹിക്കപ്പെട്ടതായ അല്പവസ്തുവും വീടും എനിക്ക് തന്നവിടെ താമസിക്കുവാനുള്ള ഒരു അവസരം ഒരുക്കി തന്നു. അതായത് ഏറിയ നാളത്തെ പ്രാർത്ഥനയും ദൈവസന്നിധിയിലെ കണ്ണുനീരും ഉപവാസവും ഒക്കെ ആയിരുന്നു. ദൈവം അതിനൊരു ശാശ്വത പരിഹാരം നടത്തി എന്നെ അവിടെ ഉറപ്പിക്കുവാനിടയായി തന്നു. അത് ദൈവത്തിൻ്റെ ഒരു നീതിയായിരുന്നു. ഒരിക്കലും ഞാനത് പ്രതീക്ഷിച്ചതല്ല കിട്ടുമെന്ന്. എന്നാൽ ദൈവം അങ്ങനെ ഒരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചു. ഞാനിപ്പോൾ ദൈവം ഒരുക്കി തന്ന ആ ഭവനത്തിൽ ആണ് താമസിക്കുന്നത്. അവിടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ചുറ്റിനുമൊക്കെ വിശ്വാസികളെന്ന് പറയുന്നത് അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. അവിടെ താമസിച്ചുകൊണ്ട് പാർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി മുമ്പോട്ട് പോകുന്നു. ഓരോ ദിവസവും ദൈവം അത്ഭുതകരമായിട്ട് വഴി നടത്തുന്നു. ദൈവം എല്ലാ രീതിയിലും സമാധാനവും സന്തോഷവും എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ ഈ വാമനാപുരം ദേശത്ത് വന്ന് പാർത്തത് 23 വർഷത്തോളമാകും. അതിനു മുമ്പേ ജനിച്ച് വളർത്തപ്പെട്ടത് പിരപ്പംകൂടെന്ന് പറയുന്നതായ ഒരു സ്ഥലത്താണ്. അവിടെ ഹൈന്ദവർ മാത്രം തിങ്ങിപ്പാർക്കുന്ന ഒരു ഇടം. അവിടെ ക്രിസ്ത്യാനികൾ വളരെ ഇല്ലാത്തൊരു സ്ഥലമാണ്. അവിടെയാണ് ട്രാക്റ്റ് വിതരണവും സുവിശേഷവും ഒക്കെ പറഞ്ഞ് സാക്ഷ്യങ്ങളും പറഞ്ഞ് പലരും കടന്നു വന്നു ഒരു ദൈവദാസനോട് പ്രകാരം ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുകയും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ജനിച്ചു വളർത്തപ്പെട്ട കാലഘട്ടം എന്ന് പറയുന്നത് സാധാരണ ഒരു കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ട. ക്രിസ്തു ആരാണെന്നോ എന്താണെന്നോ
അറിയത്തില്ലായിരുന്നു. അങ്ങനെ 18-ാമത്തെ വയസ്സിൽ കർത്താവിനെ അറിയാനുള്ള ഒരു അവസരം ദൈവം എനിക്ക് ഒരുക്കി. ആ ഒരു ചെറു ഗ്രാമത്തിൽ നിന്ന് ഈ ക്രിസ്തുവിനെ അറിയുവാനുള്ള അവസരം ദൈവം തന്നു. ഇരുൾ നിറഞ്ഞ ജീവിത വഴികളിൽ പ്രകാശമായി വന്ന് മനസ്സിനെ ശക്തീകരിച്ചത് യേശുക്രിസ്തുവിൻ്റെ പ്രോജ്വലമായ സുവിശേഷമാണ്. എൻ്റെ വീട്ടിൽ മാതാവ്, പിതാവ്, എൻ്റെ സഹോദരൻ, എൻ്റെ പെങ്ങൾ. ഞങ്ങളുടെ പിതാവ് കൃഷിക്കാരനായിരുന്നു. അമ്മയും കൃഷി പണിയോടുള്ള ബന്ധത്തിലായിരുന്നു കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത്. എന്നാൽ ആ തലമുറ ഞങ്ങളിങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ക്രിസ്തുവിനെ അറിയുവാനും രക്ഷിതാവായിട്ട് സ്വീകരിക്കുവാനുള്ള അവസരം ലഭിച്ചത്. എൻ്റെ പെങ്ങളുണ്ട്. പെങ്ങൾക്ക് 3 മക്കളുണ്ട്. പിതാവ് മരണപ്പെട്ടു പോയി. ക്രിസ്തുവിനെക്കുറിച്ച് ഞാൻ പ്രസൻറ്റ് ചെയ്തു, കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. എങ്കിലും അദ്ദേഹം ഇതിനെ സ്വീകരിക്കുവാൻ തയ്യാറായില്ല. 15 വർഷം കഴിഞ്ഞതിന് ശേഷം പ്രിയ മാതാവിന് ഒരു മാനസാന്തരം ഉണ്ടായി, രോഗസൗഖ്യം ലഭിച്ചു. അങ്ങനെ ക്രിസ്തുവിനെ അറിയുകയും ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി നിത്യത്തിൽ പ്രവേശിക്കുകയും ചെയ്തു. എൻ്റെ സഹോദരനുണ്ടായിരുന്നു. ഞാൻ മുൻപേ പറഞ്ഞതുപോലെ അദ്ദേഹം ആത്മഹത്യയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങൾക്കൊരു ആശ്വാസവാക്കോ സമാധാനമോ കിട്ടിയിട്ടില്ല. എല്ലാം ഘടകവിരുദ്ധമായിട്ടായിരുന്നു അതിൻ്റെ പ്രവൃത്തിയും സംഭാഷണവും സമീപനമൊക്കെ ആയിരുന്നത്. അത് ഞങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം അസമാധാനക്കേട് മാത്രമേ വിളിച്ചു വരുത്തിയിട്ടുള്ളൂ. എന്നാൽ ക്രിസ്തുവ് അറിഞ്ഞത് നിമിത്തം എനിക്ക് തുടർന്ന് എൻ്റെ മാതാവിനും സമാധാനം ലഭിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ആ ചെറു ഗ്രാമത്തിൽ നിന്ന് കർത്താവിനെ അറിയുവാനിടയായിത്തീർന്നത്. സഭയിൽ ആദ്യമായിട്ട് കയറുമ്പോൾ അവിടുത്തെ പാസ്റ്റർ അന്ന് പ്രസംഗിച്ച ഒരു വേദവാക്യം സുവിശേഷത്തിൽ നിന്നായിരുന്നു. സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നു: സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ഈ ലോകം തരുന്നത് പോലെ അല്ല എന്ന് ക്രിസ്തു പറയുന്ന ഭാഗമാണ് അദ്ദേഹം വിവരിച്ചു പറഞ്ഞത്. ഈ ലോകത്തിൻ്റെ സമാധാനം എന്ന് വാക്കുകൾ കൊണ്ട് മാത്രം ഒതുക്കുന്ന ഒന്നാണ്. എന്നാൽ അനുഭവിക്കുവാൻ കഴിയാത്തതാണ് ഈ ലോകത്തിൻ്റെ സമാധാനമെന്ന് പറയുന്നത്. ഈ ലോകത്തിൻ്റെ സമാധാനം താൽക്കാലികമാണ്. എന്നാൽ ക്രിസ്തുവിലുള്ള സമാധാനം നിത്യവും നിത്യത വരെ കൊണ്ടെത്തിക്കുന്നതും ആകുന്നുവെന്നും ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്നുവെന്ന് തിരുവചനമൊക്കെ വിവരിച്ചു പറയുവാനിടയായിത്തീർന്നു. അങ്ങനെ സമാധാനത്തിൻ്റെ ഒരു സന്ദേശമാണ് എന്നെ ഏറ്റവും കൂടുതൽ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുവാനിടയായിത്തീർന്നത്. ബന്ധുക്കാരൊക്കെ മരണപ്പെടുമ്പോൾ അവരുടെ മതാചാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് അവർ ചെയ്യുന്ന ക്രിയകളിലോ അവർ ചെയ്യുന്നതായ മറ്റ് കർമ്മകാര്യാദികളിലോ ഒന്നും ഇന്നുവരെ ഇടപെട്ടിട്ടില്ല. അവിടെയൊക്കെ ചെല്ലുന്ന സമയത്ത് അവരെല്ലാം അത് ചെയ്യണമെന്ന് നിർബന്ധിക്കുക ചെയ്യുന്നുണ്ട്. പക്ഷേ ആ നിർബന്ധത്തിന് വഴങ്ങാതെ ക്രിസ്തുവിലുള്ള വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് പൈശാചികമായിട്ട് വളരെ
ഉപദ്രവം ശരീരത്തിൽ നേരിട്ടിട്ടുണ്ട്. ഉറക്കം ശരിയായ രീതിയിൽ കിട്ടുന്നില്ല. അതുപോലെ തന്നെ ശരിയായ രീതിയിൽ ഒരു തീരുമാനശേഷി പോലും എടുക്കുവാൻ കഴിയാത്ത രീതിയിൽ ഇത് വളരെ വളരെ എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. നിരന്തരമായി ഉപവാസവും പ്രാർത്ഥനയിലും ഉറ്റിരിക്കുകയും 21 ദിവസം 7 ദിവസം ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു. ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ദൈവദാസന്മാരെ കടന്നു വന്ന് വചനമൊക്കെ ശുശ്രൂഷിച്ചു. എൻ്റെ ശരീരത്തിൽ നിന്ന് ആ പൈശാചിക മണ്ഡലത്തെ പുറത്താക്കി വളരെ നിലവിളിയോടുകൂടി അത് ശരീരത്തിൽ നിന്ന് മാറിപ്പോയി. അന്ന് മുതൽ എനിക്ക് സുബോധം ശരിയായ രീതിയിൽ കിട്ടുകയും ഏതൊരു വിഷയവും എടുത്ത് ശരിയായ രീതിയിൽ തീരുമാനം എടുത്ത് മുമ്പോട്ട് പോകുവാനുള്ളതായ ഒരു അനുഭവമൊക്കെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം പറഞ്ഞപ്പോഴാണ് ഈ പിശാചി ശരീരത്തിൽ നിന്ന് വിട്ടുമാറിയത്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പറഞ്ഞത് പുറത്തു പോകുക എന്ന് ദൈവദാസന്മാർ ആ നാമത്തിൽ കൽപ്പിച്ചപ്പോൾ എൻ്റെ ശരീരത്തിന് പൂർണ്ണമായി മാറുകയും എനിക്ക് ശരിയായ ഒരു സൗഖ്യവും ഒക്കെ ലഭിച്ചു. അങ്ങനെ വിശ്വാസത്തിൽ കൂടുതൽ ഉറയ്ക്കുന്നതിനുള്ള അവസരവും കൂടിയായിരുന്നു. ഇതിനെ യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞു പുറത്താക്കിയതിന് ശേഷം എല്ലാ നിലവാരത്തിലും ഉള്ള മുമ്പോട്ടുള്ള ഗമനവും യാത്രയും മറ്റ് ജീവിത കാര്യക്രമങ്ങളിലുള്ളതായ നല്ല ഒരു അനുഭവമൊക്കെ എനിക്ക് ലഭിക്കുവാനിടയായി തീർന്നു. ഞാൻ മുന്നമേ പറഞ്ഞതുപോലെ ഈ ദുർഭൂതം ആണ് ഞങ്ങളുടെ ദൈവം, ഞങ്ങൾ സേവിച്ചു വരുന്നത്, ഇതിനപ്പുറമായിട്ടൊരു ദൈവമില്ല എന്നായിരുന്നു എൻ്റെ ചിന്ത. ഈ കാണുന്നതും ഇതനുഭവിക്കുന്നതും ദൈവമാണെന്നാണ് ഞാൻ കൂടുതലായി വിലയിരുത്തി പോകുന്നത്. എന്നാൽ ക്രിസ്തുവിനെ അറിഞ്ഞപ്പോഴാണ് ഇത് രണ്ടിൻ്റെയും വേർതിരിവ് മനസ്സിലാക്കുവാനിടയായിത്തീർന്നത്. അങ്ങനെ ഇതിനെ എങ്ങനെയും പുറത്താക്കണം. അങ്ങനെ പുറത്താക്കിയതിന് ശേഷം എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി. ഇന്ന് വരെ അതിൻ്റെ ശരീരത്തിന്മേൽ പ്രവേശിക്കുവാനോ എൻ്റെ ശരീരത്തിനും അവകാശവാദം ഉന്നയിക്കുവാനോ എൻ്റെ ശരീരത്തിന്മേലെ വരുവാനോ ഇടയായി തീർന്നിട്ടില്ല. കാരണം യേശുവിൻ്റെ നാമത്താലെ ആരാധിച്ചു മഹത്വപ്പെടുത്തി മുമ്പോട്ട് പോകുന്നത് കൊണ്ട് ഈ ദുർഭൂതത്തിന് പിന്നത്തേതിൽ ശരീരത്തിൽ പ്രവേശിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് എൻ്റെ ഒരു അനുഭവം കൂടിയാണ്. സുരേന്ദ്രൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്കും വിശ്വാസത്തിൽ വളരാൻ പ്രേരക ശക്തിയായി മാറുകയാണ്. രോഗങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ ദൈവാശ്രയമായിരിക്കട്ടെ നമ്മുടെ ബലം.